Watch full episodes on Jio Hotstar. വരൂ, എല്ലാവരും വരൂ. നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുക്കാം. ആദ്യം വരുന്ന 10 പേരുടെ ഫോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു തരാം. വരൂ വരൂ, വേണമെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. ഓക്കെ, റെഡി? എല്ലാവരും ചേർന്ന് പറയൂ, ചീസ്. വെരി ഗുഡ്. അല്ല, നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാണ് നോക്കുന്നത്? ഞാനിവിടെ ഉണ്ട്, എന്നെ നോക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ശിവ, അത് കണ്ടോ? പട്ടാപ്പകലിൽ മോഷണം നടക്കുന്നു. ഹലോ ഹലോ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്റെ പേഴ്സ് കാണുന്നില്ലല്ലോ. ഒന്നും കാണുന്നില്ല. എന്റെ ചെയിനും മൊബൈലും ഇവിടെ പോയി. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്റെ കസ്റ്റമേഴ്സിനെ കൊള്ളയടിച്ചോ? നിങ്ങൾ കള്ളന്മാരാണ്. പട്ടാപ്പകൽ ഇങ്ങനെ കൊള്ളയടിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്റ്റുഡിയോ പൂട്ടിക്കുമല്ലേ? നീ ഇപ്പൊ മരുന്ന് വെക്കുവാണല്ലേ? നീ എന്തിനാ ഞങ്ങളെ തല്ലിയത്? സാറേ, ആ ചെറുക്കന്റെ തല്ലേ ഭയങ്കരമായിരുന്നു. എന്റെ അമ്മോ. അവനടിച്ചത് പറഞ്ഞിട്ട് ബോസ് എന്തിനാ ഞങ്ങളെ തല്ലിയേ? എടാ മണ്ടന്മാരെ, ഞാൻ നിങ്ങളെ തല്ലിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും വിചാരിച്ചേനെ ഞാനും നിങ്ങളുടെ കൂടെയുള്ള ആളാണെന്ന്. പിന്നെ എല്ലാ കള്ളക്കളികളും അവരറിയില്ലേ? ഒന്നും മനസ്സിലാകത്തുമില്ല. ശരി, ഈ പ്രാവശ്യം തെറ്റുപറ്റിപ്പോയി. വേറെ എവിടെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഓമനെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കേനെ. മോന്തക്കിട്ട് നല്ല കുത്തുകുത്തിയേനെ. അവര് 4 പേര് എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിച്ചേനെ. പിന്നീട് ഒരിക്കലും ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ അവർക്ക് മോഷ്ടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഈ ലഡ്ഡു സിംഗിനെ കുറിച്ച് അവർക്ക് ശരിക്കും അറിയില്ല. ഈ ഇൻസ്പെക്ടർ ഭയങ്കര ആളാണെന്ന വിചാരം. നമുക്ക് ആദ്യം ഇയാളെ തന്നെ നോക്കാം. ലഡ്ഡു സിംഗ് സാറേ, ലഡ്ഡു സിംഗ് സാറേ, നമസ്കാരം. നമസ്കാരം ലഡ്ഡു സിംഗ് സാറേ. നിങ്ങളൊരു മഹാനായ ഇൻസ്പെക്ടർ ആണെന്ന് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് ഈ സിറ്റിയിൽ എല്ലാരും ശാന്തമായി ഉറങ്ങുന്നത്. കള്ളന്മാരൊക്കെ നിങ്ങളുടെ പേര് കേട്ടാൽ ഓടി ഒളിക്കുമെന്ന്. ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. അത് ശരിയാണ്. അവരെല്ലാരും വന്നിരുന്നു. നിങ്ങളുടെ പേര് കേട്ട ഉടൻ തന്നെ അവരെല്ലാരും ഓടിക്കളഞ്ഞു. ലഡ്ഡു സിംഗ് സാറേ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? എന്റെ ഫോട്ടോ? ഓഹോ, അതിനെന്താ, എടുത്തോളൂ. ഫോട്ടോ എടുക്കാൻ ഐ എം ഓൾവേസ് റെഡി. എടുത്തോളൂ. എത്ര വേണമെങ്കിൽ എടുത്തോളൂ. താങ്ക് യു ലഡ്ഡു സിംഗ് സാറേ. സർ സേ ചീസ്. ചീസ്.
പ്ലീസ് പനീർ. രൂപയാണ് ഇയാളെ പിടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 50,000 രൂപയാണ്. എന്തിനാ ഒന്നണത്? ആ പോസ്റ്ററിലുള്ള കക്ഷി ഇവൻ തന്നെയാണ്. ഇവനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് 50,000 രൂപ കിട്ടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയി? എവിടെയാണ് കുറ്റവാളി? കാണിച്ചതാ, ഞാൻ ഇപ്പൊ തന്നെ അവനെ പിടിക്കാം. ഇത് കണ്ടോ, ഇവൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത്. വിടരുത് ഇവന്. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നാണോ? ജയിലിൽ നിന്ന് ഇയാൾ ഓടി വന്നതാ. ഞാനാണ് ഇവനെ ആദ്യം കണ്ടത്. അപ്പൊ പൈസയും ഞാൻ തന്നെ മേടിക്കും. ഇവിടെ എന്തായി സംഭവിക്കണേ? എന്തിനാ എന്നെ എല്ലാരും കള്ളന്ന് വിളിക്കുന്നേ? അല്ല അല്ല, ഇതെങ്ങനെ സംഭവിച്ചത്? രക്ഷപ്പെട്ടെ. എവിടേക്കായി ഓടുന്നത്? അവിടെ നിക്കേ. നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ തല്ലല്ലേ. നിങ്ങളോടല്ല പറയുന്നത്, എന്നെ തല്ലല്ലേ. ശിവ, ശിവ, നീ ഒന്ന് വേഗം കൊണ്ട് വന്നേ. വേഗം വരാൻ. എടാ പേടറാം, ഇത് ഞാനാണ് ലഡ്ഡു സിംഗ്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഒരു ലഡ്ഡു സിംഗ്. ഞങ്ങളുടെ ലഡ്ഡു സിംഗ് സാറേ കാണാൻ എന്തൊരു സുന്ദരനാണെന്ന് അറിയോ? ഒരു വൃത്തികെട്ട മീശി മൂശാതാടിയും. നീയൊന്നും ലഡ്ഡു സിംഗ് അല്ലടാ, കള്ള. പറഞ്ഞില്ലേ ഞാനാണ് ലഡ്ഡു സിംഗ്. നീ ഒരു കള്ളനാണ്. നുണ പറഞ്ഞ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ഈ നഗരം മുഴുവനും നിന്റെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. നിന്നെ പിടിച്ചവർക്ക് 50,000 രൂപ സമ്മാനം കിട്ടും. ശരി, ഇത് പറഞ്ഞ ഇത് ആരുടെ ഡയലോഗാണ്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അത് ശരി, അപ്പൊ നീ ലഡ്ഡു സിംഗ് സാറിന്റെ ഡയലോഗും മോഷ്ടിച്ചു അല്ലേ? ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ, ലഡ്ഡു സിംഗ് സാറേ. ആ പേടാറാം, പറഞ്ഞോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ട്. അത് ശരി, അമ്പട കള്ള. അപ്പൊ നീ ലഡ്ഡു സിംഗ് സാറിന്റെ ഫോണും മോഷ്ടിച്ചു അല്ലേ? സാറിന്റെ ശബ്ദത്തിൽ നീ സംസാരിക്കാൻ ശ്രമിക്കുകയാണല്ലോ. നിന്നെ ഏതായാലും ഞാൻ വെറുതെ വിടില്ല. നിനക്ക് 2 തന്നിട്ടെന്നെ ബാക്കി കാര്യം. വേണ്ട, പേടാറാം, പറഞ്ഞില്ലേ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഞാൻ ഇൻസ്പെക്ടറാണ്, എന്നെ വിട്. ശിവ, നീ എന്നൊന്ന് രക്ഷിക്കേ. ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്ന്. നിനക്കറിയോ, ഈ വൃത്തികെട്ട ഊശാന്താടി എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ശിവ, നീ ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. പെടറാം സർ, ഒന്ന് നിർത്തൂ. ഞാൻ നോക്കട്ടെ ഇതാരാന്ന്. ഇതിവൻ എങ്ങനെ ഈ ഒട്ടി വെച്ചിരിക്കുന്നെ? പതുക്കെ, പതുക്കെ, പതുക്കെ ഊര് ശിവ, എനിക്ക് വേദനിക്കുന്നു. ക്ഷമിക്കണം സാറേ, ഇത് സാറായിരുന്നു. എനിക്ക് സാറിനെ മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സാറിനിട്ട് പെരുമാറിയുന്നത്. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ എങ്ങനെയാണ് കുറ്റക്കാരനായത്? ആ ഫോട്ടോഗ്രാഫർ ഇങ്ങോട്ട് വന്നിരുന്നു. എന്നിട്ട് എന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അവൻ എന്നോട് ചീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചീസോ പന്നീരോ എന്ത് വേണമെങ്കിൽ എടുത്തോന്ന്. അതിനുശേഷം ഈ കള്ളന്റെ വേഷം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല ശിവ. ലഡ്ഡു സിംഗ് സാറേ, ടിവിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ട് നഗരത്തിലുള്ളവരുടെ ഒക്കെ മോഷണം പോകുന്നെന്ന്. പക്ഷെ പലർക്കും മനസ്സിലാവുന്നില്ല അവരവരുടെ സാധനങ്ങൾക്ക് എങ്ങനെയാ മോഷണം പോകുന്നെന്ന്. അവർക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. അവരുടെ സാധനങ്ങൾ കളവ് പോയി എന്നുള്ളത്. പക്ഷെ എന്റെ പരിധിയിൽ ആരങ്ങനെ മോഷണം ചെയ്യുന്നത്? ആരാണത്? ഈ ലഡ്ഡു സിംഗിനെ പേടിക്കാത്ത കള്ളൻ? നീ പറ ശിവ. ലഡ്ഡു സിംഗ് സർ,
കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. നഗരത്തിലുള്ള CCTV ഫുട്ടേജ് നമ്മൾ നോക്കിയാൽ മതി. ഇത് കണ്ടോ ലഡു സിംഗ് സർ, ഒരു സ്റ്റുഡിയോ വാൻ. ഈ ഫോട്ടോഗ്രാഫർ ആൾക്കാരോട് ചീസ് എന്ന് പറയുന്നു. അപ്പൊ ആൾക്കാർ പറയും ചീസ് എന്ന്. പിന്നെ അവിടെയുള്ള എല്ലാവരും ഫ്രീസ് ആയി പോവും. ഫോട്ടോഗ്രാഫർ തിരിച്ചും വാനിലേക്ക് കയറുന്നു. പുറകെ നിന്ന് 4 ഗുണ്ടകൾ മുമ്പിൽ വരുന്നു. ആൾക്കാരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നു. കണ്ടോ, അവരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചോണ്ട് ഓടുന്നത് കണ്ടോ? അത് ശരി. അപ്പൊ ഇതൊക്കെ ആ മൊബൈൽ ഫോട്ടോഗ്രാഫറുടെ പണിയാണ്. എല്ലാവരോടും ചീസ് എന്ന് പറയും, എന്നിട്ട് അപ്പൊ തന്നെ ഫ്രീസ് ആക്കും. എന്നിട്ട് അവന്റെ ആൾക്കാർ വന്നിട്ട് എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോണു. ഓഹോ, എന്റെ പരിധിയിൽ ഇങ്ങനൊരു മോഷണം നടക്കുന്നുണ്ടോ? ഞാൻ ആ മൊബൈൽ ഫോട്ടോഗ്രാഫറിന്റെ ജോഗ്രഫി കണ്ടുപിടിച്ചിരിക്കും. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇത്തവണ അവനെന്നെ പറ്റിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല ലഡു സിംഗ് സർ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവനെ കൈയോടെ പിടിക്കണമെങ്കിൽ ആദ്യം ട്രാപ്പ് പ്ലാൻ ചെയ്യണം. അതായത് അവൻ കുഴിച്ച കുഴിയിൽ അവനെ തന്നെ വിടിപ്പിക്കണം. ഇപ്പൊ പറഞ്ഞത് ശരിയാണ് ശിവ. നീ അവനെ പിടിക്കാനുള്ള വഴി തയ്യാറാക്കിക്കോ. ഓക്കെ ലഡു സിംഗ് സർ, എന്നാൽ വരൂ, നമുക്ക് നഗരത്തിൽ ചെന്ന് അന്വേഷിക്കാം. കാരണം മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് അവൻ എവിടെയെങ്കിലും കാണും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വാനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോഗ്രാഫറെ കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. താൻ ഇവിടെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറെ കണ്ടിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ലഡു സിംഗ് സർ, ചിലപ്പോ അദ്ദേഹം നഗരത്തിന് പുറത്തു കാണും. കാരണം CCTV ഫുട്ടേജിൽ ഇവര് നഗരത്തിന്റെ പുറത്തുള്ളതാണ് കാണിച്ചത്. ഓക്കെ ശിവ, ഓക്കെ, വാ നമുക്ക് പോയി നോക്കാം. ശിവ, ഞാൻ ആ ഫോട്ടോഗ്രാഫറെ കണ്ടു. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ പലയിടത്ത് പോകാം ഒരു ഫോട്ടോ എടുക്കാൻ. നീ വേഗം വന്നോളണേ. ശരി പേടാറാം സർ, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന പോലെ നിൽക്കും. ഞങ്ങൾ ഇപ്പൊ വരാം. ഹലോ ചേട്ടായി, നിങ്ങൾക്ക് എന്റെ ഒരു ഫോട്ടോ എടുത്തു തരാൻ പറ്റുമോ? ആഹാ, കൊറേ കാശുള്ള ആളാണെന്ന് തോന്നുന്നു. ആഹാ, അതിനെന്താ ചെയ്യാലോ. നിങ്ങളെല്ലാരും ഈ കസ്റ്റമേഴ്സിനെ ഒന്ന് നോക്കിക്കോണം കേട്ടല്ലോ. അതിനുള്ളിൽ ഞാൻ ഈ സാറിന്റെ ഫോട്ടോ എടുത്തിട്ട് വരാം. വരൂ സർ, നമുക്ക് ദാ അവിടെ പോയി ഫോട്ടോ എടുക്കാം. നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ശരി, പോവാലോ. റെഡി? പറയൂ ചീസ്. ചീസ്. അങ്കിൾ, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന കളി ഇതോടെ നിർത്തിക്കോ. നമുക്ക് ജയിലിലേക്ക് പോവാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ബട്ടറും ചീസും തരാം. ആ കുട്ടി, നീ പിന്നെയും വന്നോ? നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്നെ തടയാൻ നീ നോക്കിയാൽ ആയ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശിവ, ശിവ, ശിവ. ശിവ, നിനക്കത് എന്താ പറ്റിയത്? ശിവ, എവിടെയാ ഫോട്ടോഗ്രാഫർ? ശിവ, ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ എന്നെ കണ്ടതും അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഓ ലഡു സിംഗ് സർ, അയാളെ പിടിക്കാൻ നമ്മൾ വേറൊരു ട്രാപ്പ് റെഡിയാക്കേണ്ടതുണ്ട്. നമ്മുടെ സിറ്റിയിൽ പഴയ ജുവലറികളുടെ എക്സിബിഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഓ, അങ്ങനെയാണോ? പഴയ ജുവലറികളുടെ എക്സിബിഷനോ? അവിടെ പോയാൽ നന്നായി കൊള്ളയടിക്കാം. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അല്ലേ? ഈ സിറ്റിയിൽ എല്ലാവരും നമ്മളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ചാകരയായിരിക്കും. ഒരു മിനിറ്റ്, എല്ലാരും ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളുടെ ഫോട്ടോസ് എടുക്കണം എനിക്ക്. പ്ലീസ് എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. ഈ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ വരും. ഓക്കെ, എല്ലാവരും ചേർന്ന് പറയൂ ചീസ്.
അങ്കിൾ, നിങ്ങളെ ഈ ചീസ് എപ്പോഴും വില പോവില്ല. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ ബോധം തെളിയും. പക്ഷെ ഇനിയിപ്പോ നിങ്ങളുടെ ബോധമാണ് പോവാൻ പോകുന്നത്. ഏ കുട്ടി, നീ വീണ്ടും വന്നുവോ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്കിൾ, കുട്ടി എന്ന് വിളിക്കരുത്. വരൂ, എല്ലാവരും ഈ കുട്ടിയെ പിടിക്ക്, അവനെ വിടരുത്. എന്റെ ഫോട്ടോ എടുക്കല്ലേ? എന്റെ അമ്മ. ഒരു മിനിറ്റ് ഒന്ന് നിന്ന ശിവ, എനിക്ക് ഇവനോട് എന്റെ പഴയ കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ശിവ. ഇവന് മനസ്സിലാക്കി കൊടുക്കണം ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ എല്ലാം ഫേമസ് ആയതാന്ന്. ഐ, എനിക്ക് ഒന്ന് എണീറ്റ് തന്നെ, നിന്നോടല്ലേ പറഞ്ഞ എണീറ്റ് നിൽക്കാൻ ഒരു പോസ് തന്നെ. ചീസ്. വന്നേ, നമുക്ക് പോകാം. എനിക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത്? എന്നെ ആരൊക്കെയോ ചേർന്ന് ഇടിച്ചതുപോലെ. ഇല്ല, നിന്നെ ഇതുവരെ ആരും ചതച്ചിട്ടില്ല. ഇനിയല്ലേ ഞാൻ തുടങ്ങാൻ പോണത്. ഇനി മോൻ വേഗം പറഞ്ഞ ചീസ്. വേണ്ട, ഞാൻ പറയില്ല. എനിക്കറിയാം നിങ്ങൾ എന്നെ വീണ്ടും തല്ലാനുള്ള പരിപാടിയാണ്. ഞാൻ പറയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മര്യാദയ്ക്ക് മോഷ്ടിക്കുന്നത് നിർത്തിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. വന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊരു സെൽഫി എടുക്കണമെന്നേ. Watch India's largest kids library only on Jio Hotstar. Download the app now.